ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കേസസ് ടു ഫൈൻഡ് ഡിഫറെന്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് ആണ്. 5 കേസസോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലൊരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ടായിരുന്നു, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി: ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതായത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറഞ്ഞ തന്നെയാണെങ്കിൽ ഇവിടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. അല്ലെ? നമ്മൾ കണ്ടുപിടിക്കുന്ന 4:3:3നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ അനിതയുടെ കേസിലാണെങ്കിൽ 3/5 മൈനസ് 4/10. പിന്നെ എപ്പോഴും സാക്രിഫൈസിങ് റേഷ്യോ ആർക്ക് മാത്രമാണ് ഉള്ളത്? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉള്ളൂ, ന്യൂ പാർട്ട്നേഴ്സിന് വരത്തില്ല. ഇപ്പൊ ഓൾഡ് പാർട്ട്നേഴ്സിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, സാക്രിഫൈസ് ചെയ്യണമെന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണത്. എല്ലാ പാർട്ട്നേഴ്സും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സാക്രിഫൈസ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് 0 കിട്ടിയെന്നോ ഒരു നെഗറ്റീവ് കിട്ടിയോന്നോ ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്യണമെന്നില്ല, സാക്രിഫൈസിങ് ചെയ്യണമെന്ന് ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് 3ഉം 4ഉം ഒക്കെ പാർട്ട്നേഴ്സ് വരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡ് പേപ്പേഴ്സിൽ പ്രതീക്ഷിക്കാം. അതിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ 4 പേരും സാക്രിഫൈസ് ചെയ്യണമെന്നില്ല. നമ്മൾ പല പേപ്പേഴ്സും എടുത്ത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വരുന്ന മിക്ക ക്വസ്റ്റ്യനിലും 4 പാർട്ട്നേഴ്സും സാക്രിഫൈസ് ചെയ്യാറില്ല. അതിൽ 1ഓ 2ഓ അല്ലെങ്കിൽ പേരൊക്കെ ആയിരിക്കും അതിൽ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആൻസർ തെറ്റും, 0 വന്നു നെഗറ്റീവ് വന്നു എന്ന് കരുതി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ പാർട്ട്നേഴ്സും സാക്രിഫൈസ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ ഉള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത് നിർത്തിയ പാർട്ട് ക്വസ്റ്റ്യൻസിൽ അത് നമ്മൾ ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിപ്പോ സ്ലൈഡ് ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണയാണെങ്കിൽ പാർട്ട് 1 വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഓരോ കേസസും മനസ്സിലാക്കുക, ഓരോ കേസസിലെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഫോർമുല പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ബോർഡ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആകും. അപ്പൊ ഞാനിപ്പോ ഒന്ന് സ്ലൈഡ് ചെയ്ത് കാണിക്കാതെ, അപ്പൊ നിങ്ങൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഓക്കെ അല്ലേ? ഞാൻ അതിന് സൈഡിൽ തന്നെ ബ്രാക്കറ്റിൽ അതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കറക്റ്റ് ആണ് നിങ്ങളൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്രോസ് ചെയ്യുക. തന്നെ തന്നെ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യും. നമുക്കിനി പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ന്യൂ പാർട്ട്ണർ കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ പറഞ്ഞു, പുതിയൊരു പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അയാള് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വെറും കൈയായിട്ടോ ഒന്നും അയാൾക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല. ഈ ഷുഡ് ബ്രിങ് സംതിങ് വിത്ത് ഹിം. 2 കാര്യങ്ങളാണ് അയാൾ കൊണ്ടുവരേണ്ടത്. ഒന്ന്, അയാളുടെ ക്യാപിറ്റൽ അയാൾ തന്നെ കൊണ്ടുവരണം. രണ്ടാമത്തത് പ്രീമിയം ഫോർ ഗുഡ് വിൽ. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പാർട്ട്ണർ പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും കമ്പനിയിലേക്കോ പാർട്ട്ണർഷിപ്പിലേക്കോ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ക്യാപിറ്റലിനെയാണ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ എന്താ കൊണ്ടുവരുന്നത്? പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവരണം. പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഈ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യോടാ, പുതിയ പാർട്ട്ണറിന് കമ്പനിയിൽ ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യും. സാക്രിഫൈസ് ചെയ്യുന്നതിന് ഇൻ റിട്ടേൺ ആയിട്ട് ഈ പുതിയ പാർട്ട്ണർ എന്ത് കൊടുക്കും? ഗുഡ് വിൽ കൊടുക്കും. ഗുഡ് വില്ലിൽ പ്രീമിയം അയാള് പ്രൊവൈഡ് ചെയ്യും. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ചില ബോർഡ് പേപ്പേഴ്സിൽ നമ്മൾ കാണാറുണ്ട് ഈ പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയാണ് പോകുന്നത്: ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ പ്രീമിയം ഫോർ ഗുഡ് വിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? സാക്രിഫൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഓർക്കുക, കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? കുറച്ച് കൂടുതൽ കാശുള്ളൂ. സെയിം സാധനം തന്നെ സാക്രിഫൈസിങ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രീമിയം ഫോർ ഗുഡ് വിൽ ആര് കൊടുക്കുള്ളൂ? പുതിയ പാർട്ട്ണർ കൊടുക്കുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു, ക്യാപിറ്റലും കൊണ്ടുവരും, പ്രീമിയം ഫോർ ഗുഡ് വില്ലും കൊണ്ടുവരും. അപ്പൊ ഈ കൊണ്ടുവരുന്നതിന് എന്തുണ്ടാവും? ജേർണൽ എൻട്രീസ് ഉണ്ട്. നമുക്ക് അത് നോക്കാം.
വെൻ എ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഇൻ ക്യാപിറ്റൽ, ഏറ്റവും ആദ്യം തന്നെ ആൾ എന്താ കൊണ്ടുവരുന്നത്? ക്യാപിറ്റൽ ആണ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രി ആണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കമ്പനിയിലേക്ക് എന്താണ് വരുന്നത്? ക്യാഷ് അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. കമ്പനിയിലേക്ക് എന്താണോ വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ആരാണ് ഗിവർ? ക്രെഡിറ്റ് ദ ഗിവർ ആണല്ലേ. ആരാണ് കൊടുക്കുന്നത് അവിടെ? ന്യൂ പാർട്ട്ണർ. അപ്പൊ അയാളുടെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ അയാൾ ഫസ്റ്റ് ഐറ്റം ആയിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ ആൾ എന്താ കൊണ്ടുവരുന്നത്? പ്രീമിയം ഫോർ ഗുഡ്വിൽ. പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി ആണ് ഈ രണ്ടാമത്തത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കുക ക്യാഷ് വരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട്. എപ്പോഴും ഓർത്തിരിക്കുക പ്രീമിയം ഫോർ ഗുഡ്വിൽ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് നമ്മൾ അത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് എപ്പോഴായാലും, അതായത് അവര് ക്വസ്റ്റ്യൻ എടുത്തൊന്നും പറയത്തില്ല നിങ്ങളത് ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്തോളണം? പ്രീമിയം ഫോർ ഗുഡ്വിൽ കമ്പനിയിലേക്ക് വന്നു അപ്പൊ തന്നെ നിങ്ങൾ ആ പ്രീമിയം ഫോർ ഗുഡ്വിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്റെ ഇടയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തോളണം. ഇനി നാലാമത്തതാണ് ഓപ്ഷണൽ ആയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വരുന്നതല്ല. എന്താണ്? when premium for goodwill is withdrawn by the partners. ഞാൻ നേരത്തെ പറഞ്ഞ് ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യോളാം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത കാശ് ഇപ്പൊ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ അത് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇത് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ നാലാമത്തെ കേസ് എന്താണ്? ചില സമയങ്ങളിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയും. 50% of the goodwill is withdrawn by the partners, 1/4 of goodwill is withdrawn by the partners. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ എടുത്ത് പറയും. അപ്പൊ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഈ ഫോർത്ത് ജേർണൽ എൻട്രി എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ആരാണ് അവിടെ റിസീവ് ചെയ്യുന്നത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് അല്ലേ. ഇപ്പൊ ഡെബിറ്റ് റിസീവർ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലെ. അപ്പൊ അത് ക്യാഷ് അല്ലേ കമ്പനിയുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് 3 എപ്പോഴും ഉണ്ടാകും. ഈ നാലാമത്തേത് മാത്രമാണ് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതേണ്ടത്. ക്യാപിറ്റൽ വരികയാണെങ്കിൽ ക്യാഷ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയം ഫോർ ഗുഡ്വിൽ വരുമ്പോഴത്തേക്കും ക്യാഷ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട്. ഇനി ആ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ആർക്ക് ഡിവൈഡ് ചെയ്യണം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏറ്റവും അവസാനത്തെ എന്താണ്? എപ്പോഴും ഉണ്ടാവത്തില്ല, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രം. പാർട്ട്നേഴ്സ് വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ നാലാമത്തെ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, നിങ്ങൾ ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആർക്കാ കൊടുക്കുന്നത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനല്ലേ. അപ്പൊ അവർക്ക് അവിടെ എന്ത് റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഈ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെയാ കണ്ടുപിടിക്കണം? ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതെപ്പോഴാ ചെയ്യുന്നത്? നമ്മുടെ കയ്യില് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഉള്ളപ്പോഴാണ് സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ന്യൂ റേഷ്യോ ഒക്കെ ഇരുന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൻ ദ ക്വസ്റ്റ്യൻ ഇഫ് ദി ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഇസ് ഗിവൺ, ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനില് ഓൾഡ് റേഷ്യോ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾഡ് റേഷ്യോ തന്നെ നിങ്ങളുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് നിങ്ങൾ എടുക്കുക. മനസ്സിലായാലാണ് ഡിഫറൻസ്? നമ്മൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ എപ്പോഴും എന്തിലാ കൊടുക്കേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോ. നിങ്ങളുടെ ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ്വിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ ഫോമിലൊക്കെ എഴുതി നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം.
പക്ഷേ നമുക്ക് ന്യൂ റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലിരിക്കുന്ന ഓൾഡ് റേഷ്യോനെ തന്നെ നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അതാണ് ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് എപ്പോഴും 3 അല്ലെങ്കിൽ 4 മാർക്സ്, 3 അല്ലെങ്കിൽ 4 മാർക്കിനാണ് നമ്മളിത് കാണാറുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. X and Y are partners sharing profit and loss in the ratio of 2:1. They admit Z into partnership with 1/4 share, which he acquires equally from X and Y. Z brings 1,65,000 as capital and 30,000 as goodwill. Pass necessary journal entries and calculate new profit sharing ratio. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ജേർണൽ എൻട്രി പാസ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യന് ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. പഴയ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈയും. അയാളുടെ റേഷ്യോ എത്രയാണ്? 2:1. പുതിയ പാർട്ട്ണർ ആരാണ്? ഇസഡ് ആണ് പുതിയ പാർട്ട്ണർ. അയാളുടെ ഷെയർ 1/4. ഇനി എങ്ങനെയാണ്? വിച്ച് ഹി അക്വയേഴ്സ് ഈക്വലി ഫ്രോം എക്സ് ആൻഡ് വൈ. നമ്മൾ ഇന്നലെ പാർട്ട് 1 കേസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ 5 കേസസ് നമ്മൾ ന്യൂ റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് കേസസ് ആണത്, ഓരോരും ഡിഫറെന്റ് ആയിട്ടുള്ള കേസസ് ആണ്. അതില് കേസ് 2 ആണ് ഇവിടെ കൊടുത്തേക്കണം. എങ്ങനെയാണോ കേസ് 2 ആണെന്ന് മനസ്സിലായത്? നമ്മൾ അവിടെ ഒരു കീ വേർഡ് കണ്ട്, എന്താണ്? ദേ എക്വയർഡ് ഇറ്റ് ഈക്വലി ഫ്രോം എക്സ് ആൻഡ് വൈ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏത് കേസ് ആണത്? കേസ് 2 ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് കിട്ടി. അടുത്ത എന്താണ്? ഇസഡ് ബ്രിങ്സ് 1,65,000 as capital and 30,000 as goodwill. ഇസഡ് ക്യാപിറ്റൽ നിങ്ങൾ ഓർത്തിരിക്കുക, പുതിയ പാർട്ട്ണർ എന്തൊക്കെയാണോ കൊണ്ടുവരുന്നത്? ക്യാപിറ്റലും കൊണ്ടുവരും, പ്രീമിയം ഫോർ ഗുഡ്വില്ലും കൊണ്ടുവരും. ഇസഡ് രണ്ടും കൊണ്ടുവന്ന് അല്ലെ? ക്യാപിറ്റൽ എത്ര കൊണ്ടുവന്ന? 1,65,000 കൊണ്ടുവന്ന്, ഗുഡ്വിൽ ആണെങ്കിൽ 30,000 കൊണ്ടുവരും. ഇത് രണ്ടും ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാം. 3 ജേർണൽ എൻട്രി എപ്പോഴും എന്താണ്? കമ്പൽസറി ആണ്. അത് ഏതൊക്കെയാ? ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്, പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരണത്, പ്രീമിയം ഫോർ ഗുഡ്വിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യനിലെ ഒരു പോർഷൻ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് നമുക്കറിയാം. കേസ് 2 ഉപയോഗിച്ച് നമ്മൾ ഈക്വലി എന്ന് പറയുന്ന കേസ് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചത് 4 ജേർണൽ എൻട്രീസാ. അതിൽ അവസാനത്തെ എന്തായിരുന്നു? വിഡ്രോ ചെയ്യുന്നതിന് ജേർണൽ എൻട്രി. ഇവിടെ എവിടെയും അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിൽ വിഡ്രോ ചെയ്തു എന്ന് പറയുന്നുണ്ടാണോ? ഇല്ല. അപ്പൊ അങ്ങനെ പറയാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട, 4ാമത്തെ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട, ഫസ്റ്റ് 3 മാത്രം പാസ് ചെയ്താൽ മതി. നിങ്ങൾ താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടു 50% പ്രീമിയംസ് വിഡ്രോൺ എന്നൊക്കെ അവർ എടുത്ത് പറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ 4ാമത്തെ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന്റെ ഓർഡറിൽ തന്നെ ചെയ്യാം. ഏറ്റവും ആദ്യം ജേർണൽ എൻട്രി പാസ് ചെയ്യണം, അടുത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. നിങ്ങൾ എപ്പോഴും ജേർണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ജേർണൽ എൻട്രി ആവട്ടെ, 2 ജേർണൽ എൻട്രി ആവട്ടെ, ഇറ്റ് ഇസ് കമ്പൽസറി നിങ്ങൾ അത് ഫോർമാറ്റ് വരച്ച് അതിൻ്റെ അകത്ത് എഴുതണം എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബോർഡ് പേപ്പേഴ്സിൽ കറക്ഷൻ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഈ ഫോർമാറ്റ് വരയ്ക്കാത്തതിന് 1/2 മാർക്ക് 1 മാർക്കും വെച്ച് കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഫോർമാറ്റ് വരച്ച് വേണം നിങ്ങൾ അതിൻ്റെ അകത്ത് ജേർണൽ എൻട്രി എഴുതാൻ. നമ്മൾ മറ്റേ പരീക്ഷ എഴുതുന്നതിന്റെ മടിയുടെ സമയത്ത് ഓർക്കുമോ ഫോർമാറ്റ് ഒന്നും വേണ്ട, വെറുതെ ജേർണൽ എൻട്രി എഴുതാം. അങ്ങനെ ചെയ്യരുത്. വെറുതെ നമുക്ക് കിട്ടേണ്ട ഫുൾ മാർക്കിൽ നിന്ന് ഒരു 1/2 മാർക്കോ 1 മാർക്കോ നിങ്ങൾ വെറുതെ കളയരുത്. എപ്പോഴും നിങ്ങൾ റെഡി ആയിരിക്കുക. ഒരു കോളം വരയ്ക്കാനായിട്ട് പെൻസിൽ, സ്കെയില് എല്ലായിട്ടും റെഡി ആയിട്ടിരിക്കുക. വേഗം വരയ്ക്കുക, നിങ്ങൾ ജേർണൽ എൻട്രി എഴുതുക. ഈ ഫോർമാറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ നിങ്ങളുടെ മാർക്ക് കളയരുത്. ഓക്കെ, 1ഓ 2ഓ ജേർണൽ എൻട്രി ആണെന്ന് കരുതി വരയ്ക്കാതിരിക്കരുത് നിങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്തായിരുന്നു? ക്യാപിറ്റൽ കൊണ്ടുവരണം അല്ലെ? എന്തായിരുന്നു? നിങ്ങൾ തന്നെ ഒന്ന് മൈൻഡിൽ ആദ്യം ഒന്ന് തിങ്ക് ചെയ്ത് എന്തായിരിക്കും ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്? എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അത് എഴുതാം.
ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ ഫോർമാറ്റിലുള്ളത്. ന്യൂ പാർട്ട്ണറിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ദേ അഡ്മിറ്റഡ് ഇസഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. അപ്പൊ ഇസഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അയാളുടെ എമൗണ്ട്സ് നമുക്ക് എഴുതാമല്ലോ. ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നത്? 1,65,000. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നിങ്ങൾ നറേഷൻ എഴുതാൻ ഒരിക്കലും മറക്കരുത്. നറേഷൻ എഴുതിയില്ലെങ്കിലും 1/2 മാർക്ക് കുറവാണ്. അപ്പൊ എന്താണ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് യു റൈറ്റ് ദ നറേഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ആകണമെന്നില്ലടാ. നമുക്ക് എന്താണ് ജേർണലിനെ പറ്റി അറിയുന്നത് അത് നിങ്ങൾ അതിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഇതിലിപ്പോ എന്താ അറിയുന്നത്? ഇതെന്താണ് ഈ ജേർണൽ എന്താ കാണിക്കുന്നത്? പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ, നമുക്ക് അത് തന്നെ എഴുതാം. ന്യൂ പാർട്ട്ണർ new partner brings in capital. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ അത് എഴുതി വെക്കാം. നിങ്ങൾ എഴുതിയില്ലെങ്കിലാണ് അവിടെ 1/2 മാർക്ക് പോണത്. അപ്പൊ നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞ എക്സ്ട്രാ മാർക്കൊന്നുമില്ല, പക്ഷെ എഴുതിയില്ലെങ്കിൽ മാർക്ക് കളയും. അപ്പൊ അത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ടും അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി അറിയുന്നത് അതൊന്ന് ചെറിയ വേർഡ്സിൽ എഴുതി വെക്കാം. ഓക്കെ, നറേഷനും എഴുതി സമയം കളയുന്നു. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന ജേർണൽ എൻട്രി എഴുതി. രണ്ടാമത്തെ ആൾ എന്താ കൊണ്ടുവന്നത്? പ്രീമിയം ഫോർ ഗുഡ്. എന്തായിരുന്നു ജേർണൽ എൻട്രി? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട്. എത്രയായിരുന്നു എമൗണ്ട്? പ്രീമിയം ഫോർ ഗുഡ്വിൽ എത്രയാണ് ആള് കൊണ്ടുവന്നത്? 30,000 അല്ലേ? ഇനി പ്രീമിയം ഫോർ ഗുഡ്വില്ലിന്റെ നറേഷൻ നമുക്ക് എഴുതാം. എന്താണ്? ന്യൂ പാർട്ട്ണർ brings in premium for goodwill. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ നറേഷൻ എന്താണ്. പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കണത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അവരൊരു ന്യൂ റേഷ്യോയൊന്നും തന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ എന്ത് മാത്രമേ ഉള്ളൂ? ഓൾഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾഡ് റേഷ്യോയിൽ തന്നെ പഴയ പാർട്ട്നേഴ്സിന് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പ്രീമിയം ഫോർ goodwill account debit to ആർക്കാണ്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് അല്ലെ. ഇപ്പൊ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ഓൾഡ് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് 2 പേർക്കും അത് അവൈലബിൾ ആണ്. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ആർക്കും ഉണ്ടാകും? വൈക്കും ഉണ്ട് അല്ലെ. ടു വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയം ഫോർ ഗുഡ്വിൽ എത്രയാണ്? 30,000 അല്ലെ. 30,000 അവര് 2:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും കിട്ടുക? ഇപ്പൊ ഒരാളുടെ എക്സിന്റെ മാത്രം ഞാൻ കാണിച്ചു തരാം. 30,000 into 2:1 ആയിരുന്നില്ല. യെസ്, 2/3. 2 + 1 ചെയ്തപ്പോ 3 കിട്ടി. ഇസ് ഈക്വൽ ടു എത്ര വരും? 3ഉം 30,000 നമുക്ക് കട്ട് ചെയ്യാല. 10,000. 10,000 into 2 we get the answer is 20,000. ഓക്കെ, മൈൻഡ് കാൽക്കുലേഷൻ നല്ലതാണ്. അത് ഓവർ നമ്മൾ കുറെ നാളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവര് ഒരിക്കലും മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാതിരിക്കാൻ. നിങ്ങൾ എഴുതി തന്നെ കണ്ടുപിടിക്കുക കേട്ടോ.
കുറെ നാൾ കഴിയുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് ബിൽഡ് ആകും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ ഇരുന്ന് അത് പേപ്പറിൽ ചെയ്ത് നോക്കുക. ഓക്കെ, എക്സാംസിന് എപ്പോഴും എഴുതി ചെയ്യാം. വീട്ടിലൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്തു, കാരണം നമുക്ക് പ്രാക്ടീസ് വേണമല്ലോ. പക്ഷെ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്കും പേപ്പർ കാൽക്കുലേഷൻ ഇസ് മസ്റ്റ്. എത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ടൈമിൽ നമ്മുടെ ടെൻഷനും മൈൻഡും ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പൊ ആ സമയത്ത് എപ്പോഴും പേപ്പർ കാൽക്കുലേഷൻ ആണ് നല്ലത്. ഓക്കെ, നമ്മളെല്ലാം പാസ് ചെയ്തു. വിഡ്രോ എന്നൊന്നും പറയാത്ത കൊണ്ടിട്ട് നമുക്ക് ഫോർത്ത് ജേർണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. പാർട്ട് 2 ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ന്യൂ റേഷ്യോ. ഫോർമുല നമുക്ക് എഴുതാം. ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസിങ് ഷെയർ. ഓൾഡ് ഷെയർ നമുക്കറിയാം, നമുക്ക് സാക്രിഫൈസിങ് ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരുന്നു സാക്രിഫൈസിങ് ഷെയർ? ഇപ്പൊ ആദ്യത്തെ ആളുടെ ആണെങ്കിൽ എക്സ് ആണ് അല്ലെ. എക്സിന്റെ നമുക്ക് നോക്കാം, എത്രയായിരുന്നു? ന്യൂ പാർട്ട്ണർ കൊടുക്കുന്ന ഷെയർ 1/4 ഈക്വലി ആണ് അല്ലെ. ഇത് നമ്മളിപ്പോ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇത് അറിയാത്തവർ ആ ഫസ്റ്റ് പാർട്ട് വീഡിയോ പോയി കാണാം. ഓക്കെ, എന്നിട്ട് ഇത് ചെയ്താൽ മതി. ന്യൂ പാർട്ട്ണറിന്റെ ഷെയർ ഇൻറ്റു ഈക്വലി ആയത് കൊണ്ടിട്ട് 1/2. You get the answer as 1/8. ഇനി അടുത്തത് നമുക്ക് ആരുടെയാണ് വേണ്ടത്? y അല്ലെ. y is equal to അതുപോലെ തന്നെ 1/4 into 1/2. You get the answer as 1/8. നമുക്ക് സാക്രിഫൈസിങ് ഷെയർ കിട്ടി. ഇനി ഓരോരുത്തരുടെയും ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. New share of x is equal to old share. Old share എത്രയായിരുന്നു? 2:1 ആയിരുന്നില്ലേ. അപ്പൊ 2/3 minus 1/8. New share of അതുപോലെ തന്നെ y is equal to 1/3 minus 1/8. അവസാനത്തെ ആള് Z ആയിരുന്നു. ഇസഡിന്റെ ഷെയർ അവർ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 1/4. നിങ്ങൾക്ക് മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ആൻസർ. ഫസ്റ്റ് മാത്രം ഞാൻ കാണിച്ചു തരാം. 8 2 16. 16 minus 3 is equal to 13/24. അടുത്തിലേക്ക് വരുമ്പോ 8 minus 3/24 is equal to 5/25. Sorry, 24. ഡിനോമിനേറ്റർ സെയിം അല്ലല്ല. സെയിം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 into end ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക. 6 ചെയ്യുമ്പോഴല്ലേ. അപ്പൊ മേളിലും താഴെയും into 6 ചെയ്യുക. യു ഗെറ്റ് ദി ആൻസർ 6/24. നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി 13:5:6. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് നിങ്ങൾക്ക് ഫിക്സ്ഡ്. ഫോമാറ്റ് വരയ്ക്കാൻ മറക്കരുത്. ഒരു ടോപ്പിക്ക് കൂടി നോക്കാം, വിഡ്രോ ചെയ്യുന്നതിൻ്റെത്. നോക്കാം. Afnas and Sakriya are partners in a firm, sharing profit and loss for a ratio of 3:2. Pranav is admitted as a new partner for 1/4 share of profit. He should bring rupees 50,000 as capital and his share of goodwill in cash. Firm's goodwill is valued at rupees 60,000 at the time of admission. Pass necessary journal entries on the assumption that 50% premium is withdrawn. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അഫ്നാസ് ആൻഡ് സക്രിയയാണ് ഓൾ പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ എത്രയായിരുന്നു? 3:2. പുതിയ പാർട്ട്ണറായിട്ട് പ്രണവ് വന്ന് പ്രണവിന്റെ ഷെയർ ആണ് 1/4. അയാൾ ഇനി കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ്? ഗുഡ് വില്ലും കൊണ്ടുവരണം, ക്യാപിറ്റലും കൊണ്ടുവരണം. ഇത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം.
ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നു 50,000. ഗുഡ്വിൽ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ല അല്ലെ? അല്ലെങ്കിൽ കൊണ്ടുവന്നു, പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞ് മാത്രം നിർത്തി. ഇത്ര കഴിഞ്ഞ ക്വസ്റ്റ്യനില് 30,000 ഗുഡ്വിൽ കൊണ്ടുവന്നു എന്ന് എടുത്തു പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. ആകെ നിങ്ങൾക്ക് ചെറിയ ക്ലൂ എന്താണ്? ഫേംസ് ഗുഡ്വിൽ ഇസ് വാല്യൂഡ് അറ്റ് ₹60,000 എന്ന് മാത്രം പറഞ്ഞു. നമുക്ക് ആരുടെ ഗുഡ്വിൽ തന്ന്? ഫേമിന്റെ ഗുഡ്വിൽ തന്നു. നമുക്ക് ആരുടെ ഗുഡ്വിലാ വേണ്ടത്? പുതിയ പാർട്ട്ണറിന്റെ ഗുഡ്വിലാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു ഫോർമുല ഉണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട്. Give necessary journal entries on assumption that 50% of the premium is withdrawn. ഇവിടെ എന്താണ് വിഡ്രോവൽ നടക്കുന്നത്. അപ്പൊ വിഡ്രോവല് ജേർണൽ എൻട്രിയും കൂടി നമുക്ക് പാസ് ചെയ്യാൻ. ഇതിലെ രണ്ടെണ്ണത്തില് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. ഫേമിന്റെ ഗുഡ്വിൽ വരുമ്പോഴും എന്ത് ചെയ്യണം? വിഡ്രോ വരുമ്പോഴും ജേർണൽ എൻട്രി നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതാം. ഫസ്റ്റ് ജേർണൽ എൻട്രി എന്തായിരുന്നു? ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം ജേർണൽ എൻട്രി എന്താണെന്ന്. ക്യാഷ് അക്കൗണ്ട്, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പുതിയ ആളുടെ പേരുണ്ട്, അപ്പൊ പ്രണവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജേർണൽ എൻട്രി അല്ല, സോറി, നറേഷൻ അപ്പൊ തന്നെ എഴുതാം. എമൗണ്ട് നമുക്ക് എഴുതാല്ലേ. എത്രയായിരുന്നു ക്യാപിറ്റൽ കൊണ്ടുവന്നത്? 50,000 അല്ലെ? അതുപോലെ തന്നെ അടുത്ത എഴുതാം. ക്രെഡിറ്റ് സൈഡില് 50,000. നിങ്ങളില്ലേടാ ഓരോ ജേർണൽ എൻട്രി കഴിയുമ്പോഴത്തേക്കും ലൈൻ വരയ്ക്കാൻ മാത്രം നിങ്ങൾ മറന്നു പോയില്ല. എടാ ഞാനത് നേരത്തെ ക്വസ്റ്റിൽ പറയാൻ വിട്ടുപോയി. ഓരോ ജേർണൽ എൻട്രി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മാത്രം പെർട്ടിക്കുലർ കോളത്തിൽ മാത്രം ലൈൻ വരും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തിനി എന്താണ് കൊണ്ടുവരേണ്ടത്? പ്രീമിയം ഫോർ ഗുഡ്വിൽ. പക്ഷെ അയാൾ എത്ര കൊണ്ടുവന്നേക്കണേ നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തേ അറിയുള്ളൂ? ഫേമിന് ഗുഡ്വിൽ മാത്രമേ അറിയൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ന്യൂ പാർട്ട്നേഴ്സ് goodwill equal to firm's goodwill into new partners share. ഓക്കെ, ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ എന്ത് ചെയ്താൽ മതി? ഫേമിന്റെ ഗുഡ്വിൽ ഇൻറ്റു പുതിയ ആളുടെ ഷെയർ. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റില് തന്നെ നോക്കാം. ഫേമിന്റെ ഗുഡ്വിൽ എത്രയായിരുന്നു? 60,000. പുതിയ പാർട്ട്ണറിന്റെ ഷെയർ എത്രയായിരുന്നു? 1/4. അപ്പൊ നമുക്ക് വേഗം കണ്ടുപിടിക്കാമല്ലോ. 60,000 into 1/4. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 15,000 അല്ലെ? ഇതാണ് നമ്മുടെ ന്യൂ പാർട്ട്ണറുടെ ഗുഡ്വിൽ. അപ്പൊ പ്രീമിയം ഫോർ ഗുഡ്വിൽ ആയിട്ട് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എത്രയായിരുന്നു? 15,000. ഓക്കെ അല്ലേ? നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യാം. കൊണ്ടുവരുന്നത് ആദ്യം എഴുതാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, റേഷൻ അപ്പൊ തന്നെ എഴുതാം. എമൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെ? 15,000. ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തോളണം? ഡിവൈഡ് ചെയ്യണം അല്ലെ? പ്രീമിയം ആർക്ക് മാത്രമേ ഉള്ളൂ? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്.
ഇവിടെ നമ്മൾ സാക്രിഫൈസ് എപ്പോഴും പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്തിലാ സാക്രിഫൈസിങ് റേഷ്യോയിലാ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ന്യൂ റേഷ്യോ ഒന്നും അവർ തന്നിട്ടില്ല. അപ്പൊ ഏതിൽ തന്നെ നമ്മൾ കൊടുക്കും, ഓൾഡ് റേഷ്യോയിൽ തന്നെ നമ്മൾ കൊടുക്കും. 3:2. അഫ്നാസും സക്രിയും അല്ലെ. അമൗണ്ട്സ് നമുക്ക് നോക്കാം. 15,000 3:2 നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോഴത്തേക്കും 15,000 into 3 divided by 5. 5ഉം 15ഉം ഇൻറ്റു ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3,000 into 3 ചെയ്യുമ്പോൾ നമുക്ക് 9,000. അതുപോലെ അടുത്ത് നോക്കാം നമുക്ക് 6,000 കിട്ടും അല്ലെ. ഇനി നമുക്ക് ഇതിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടിയുണ്ട് അല്ലെ. എന്തായിരുന്നു? പുതിയ പാർട്ണർ അയാൾ കൊണ്ടുവന്ന ഗുഡ്വില് പഴയ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തെടുക്കുന്നത്, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നത്. അതിന്റെ ജേർണൽ എൻട്രിയും കൂടി നമുക്ക് എഴുതാം. എന്തായിരുന്നു? അഫ്നാസ് capital account debit, Sakriya's capital account debit. 2 കമ്പനിയുടെ എന്താ പോകുന്നത്? ക്യാഷ് അല്ലേ. സോ 2 cash. സെയിം എമൗണ്ട് തന്നെയല്ല, 50% വിഡ്രോ ചെയ്യുന്നുള്ളൂ. അതായത് 15,000ന്റെ 50%. 15,000 50% എത്രയാണ്? 7,500 അല്ലെ. 7,500 നമ്മൾ എന്ത് ചെയ്യും? 3:2 നമ്മൾ ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ ആൾക്ക് നമുക്ക് കിട്ടുന്നത് 5,000 കിട്ടും. രണ്ടാമത്തെ ആൾക്ക് എത്ര വരും? 2,500. നറേഷൻ എടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. ഗുഡ്വിൽ വിഡ്രോ എത്ര മാത്രം? 50% മാത്രം. എത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വേണം. ഇവിടെ നമുക്ക് പുതിയ റേഷ്യോ കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ജേർണൽ എൻട്രി മാത്രം പാസ് ചെയ്താൽ മതി. ഓരോ ജേർണൽ എൻട്രിക്ക് ഓരോ മാർക്ക് വെച്ച് യു വിൽ ഗെറ്റ്. കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ് അവിടെ വീഴണത്. അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അവർ എത്ര വിഡ്രോ ചെയ്യുന്നത്? 1/4. ഗുഡ്വിൽ എത്ര ഉണ്ടായിരുന്നു? 2,40,000 ആണ്. അതിന് 1/4 വിഡ്രോ ചെയ്യും. അപ്പൊ 60,000 വിഡ്രോ ചെയ്യും. അപ്പൊ അതൊന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. ജേർണൽ എൻട്രിയും പാസ് ചെയ്യണം, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും നമ്മൾ കണ്ടുപിടിക്കണം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ. ന്യൂ റേഷ്യോ മാത്രം ടൈപ്പ് ചെയ്താൽ ജേർണൽ എൻട്രി നമുക്ക് അസ്യൂം ചെയ്യാലോ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് അവസാനത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഹിഡൻ ഗുഡ്വിൽ. അതും കൂടി എടുത്തിട്ട് നമുക്ക് ടോപ്പിക് എൻഡ് ചെയ്യാം. ഓക്കെ. ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഗുഡ്വിൽ എമൗണ്ട് തന്നിട്ടുണ്ടാവത്തില്ല. പുതിയ പാർട്ട്ണറിന്റെ ഗുഡ്വിലും തന്നിട്ടുണ്ടാവത്തില്ല, ഫേമിന്റെ ഗുഡ്വിലും തന്നിട്ടുണ്ടാവത്തില്ല. നമ്മൾ പഠിച്ചു ഫേമിന്റെ ഗുഡ്വിൽ അറ്റ്ലീസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയാണ്? ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഈ കേസിൽ എന്താണ്? പുതിയ പാർട്ട്ണറിന്റെ ഗുഡ്വിലും ഉണ്ടാകത്തില്ല, ഫേമിന്റെ ഗുഡ്വിലും ഉണ്ടാകത്തില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് വായിക്കാം. A and B were partners in a firm sharing profits in the ratio of 3:2. Their capitals were 1,60,000, 1 lakh respectively.
They admitted C on 1st April 2024 as a new partner for 1/5 share in the future profits. C brought 1,20,000 as his capital. എന്തൊക്കെയാ ചെയ്യേണ്ടത് നോക്കണത്? Calculate the value of goodwill of the firm and record necessary journal entries for the above transaction on C's admission. നമുക്ക് നോക്കാം. A and B ആണ് പഴയ പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ എത്രയാണ്? 3:2. പുതിയ പാർട്ട്നേഴ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. എയുടെയും ബിന്റെയും ക്യാപിറ്റൽ എത്രയായിരുന്നു കൂടി തന്നിട്ടുണ്ട്. എന്റെ ക്യാപിറ്റൽ എത്രയാണ്? 1,60,000. ബിന്റെ ആവുമ്പോഴത്തേക്കും 1,00,000 rupees. പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള സി വന്നു. സിന്റെ ഷെയർ എത്രയാണ്? 1/5. സി എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു? 1,20,000 ആളുടെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ calculate the value of goodwill of the firm and record necessary journal entries for the above transaction on C's admission. ട്രാൻസാക്ഷൻ ഓൺ സീസ് അഡ്മിഷൻ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്? സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ഉണ്ടാകും, സി പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരുന്നതും ഉണ്ടാകും. ഇവിടെ എവിടെയും ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്? ഒന്നുമില്ല. ഫേമിന്റെ ഗുഡ്വിൽ നമ്മൾ കണ്ടുപിടിക്കണം, പുതിയ പാർട്ട്ണറിന്റെ ഗുഡ്വിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും, അതായത് ഒട്ടും ഗുഡ്വില്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിഡൻ ഗുഡ്വിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ ഹിഡൻ ഗുഡ്വിൽ, അതായത് ഗുഡ്വിൽ നമുക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുലയാണ് അവർ താഴെ കൊടുത്തേക്കുന്നത്. സ്റ്റെപ്പ് 1 എന്താണ്? കാൽക്കുലേറ്റ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പാർട്ട്നേഴ്സിനെയും, അതായത് എല്ലാ ഓൾഡ് പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലുകൾ എല്ലാം കൂടി ആഡ് ചെയ്യണം. അതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ എയും ബിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഇവരുടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ എന്ത് ചെയ്യണം? അവിടെ ആഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യണം? റിക്വയർഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഇത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം മൈനസ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഷെയർ മൈനസ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാകും. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിക്വയർഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് കിട്ടും. എന്ത് രണ്ടാണ് മൈനസ് ചെയ്യണത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേമും ന്യൂ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ. ഇപ്പൊ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. തിയറി പോർഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2 കിട്ടിയ ആൻസറും സ്റ്റെപ്പ് 1 കിട്ടിയ ആൻസറും കൂടി നമുക്ക് രണ്ടും കൂടി മൈനസ് ചെയ്യണം. അപ്പൊ ഗുഡ്വിൽ ഓഫ് ദി ഫേം കിട്ടും. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ പാർട്ട്ണറിന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ന്യൂ പാർട്ട്ണറിന്റെ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? ഫേമിന്റെ ഗുഡ്വിൽ ഇൻറ്റു പുതിയ പാർട്ട്ണറിന്റെ ഷെയർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1 എന്ത് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കണം? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. അതിനെന്ത് ചെയ്യണം? ഫോർ ദാറ്റ് ആഡ് ഓൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഗിവൺ ക്യാപിറ്റൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എയും ബിയും അല്ലേ? അവരുടെ ക്യാപിറ്റൽസ് തന്നിട്ടില്ലേ? 1,60,000 1,00,000. ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 1,60,000 പ്ലസ് 1,00,000. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2,60,000. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് 1 കിട്ടി. അടുത്തെന്താണ്? സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്താണ് വേണ്ടത്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം മൈനസ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റൽ നമുക്കറിയാം എത്രയാണ്? 1,20,000 അയാൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം നമുക്കറിയത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഹിസ് ഷെയർ. അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ capital of firm എന്തായിരുന്നു?
ന്യൂ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 1,20,000. അത് ദേ ഇവിടെ കണ്ട സി ബ്രോട്ട് ആ 1,20,000 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഷെയർ. ആളുടെ ഷെയർ എത്രയാണ്? 1/5. ഇതിന് തല തിരിച്ചെഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിപ്രോക്കൽ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അതായത് 1/5 നമ്മൾ തല തിരിച്ചെഴുതുന്നു. 5/1 നമുക്ക് എത്ര കിട്ടും? 6 lakh കിട്ടും അല്ലെ? ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാലോ. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ഫേം കിട്ടി. എത്ര രൂപയായിരുന്നു? 6 lakh. അതിൽ നമ്മൾ എത്ര കുറയ്ക്കണം? ന്യൂ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള 1,20,000 നമ്മൾ കുറയ്ക്കണം. You get the answer as 4,80,000. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 1ഉം കൂടി മൈനസ് ചെയ്യണം അല്ലെ? സ്റ്റെപ്പ് 3 is equal to സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 1. നമുക്ക് എത്ര കിട്ടും? സ്റ്റെപ്പ് 2 എത്രയായിരുന്നു? 4,80,000 മൈനസ് 2,60,000. നമുക്ക് എത്ര കിട്ടും? 2,20,000 നമുക്ക് കിട്ടും. ഈ 2,20,000 ആണ് എന്ത്? ഗുഡ് വിൽ ഓഫ് ദ ഫേം. എന്താണ് ഈ 2,20,000? ഗുഡ് വിൽ ഗുഡ്വിൽ ഓഫ് ദ ഫേം. ഗുഡ്വിൽ ഓഫ് ദ ഫേം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2,20,000. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോർഷൻ കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫേമിന്റെ ഗുഡ്വില്ലും കണ്ടുപിടിക്കണമായിരുന്നു, പുതിയ പാർട്ട്ണറിന്റെയും ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ഗുഡ്വിൽ ഓഫ് ഫേം കിട്ടി. ഇനി നമുക്ക് ന്യൂ പാർട്ട്നേഴ്സ് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. ന്യൂ പാർട്ട്നേഴ്സ് ഗുഡ്വില്ലിന്റെ ഫോർമുല എന്തായിരുന്നു? ഫേംസ് ഗുഡ്വിൽ ഇൻറ്റു ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ. ഫേംസ് ഗുഡ്വിൽ നമുക്കറിയാം 2,20,000 ഇൻറ്റു അയാളുടെ ഷെയർ 1/5. To get the answer as 44,000. ഓക്കെ അല്ലേ? ന്യൂ പാർട്ട്ണറിന്റെ ഗുഡ്വില്ലും നമുക്ക് കിട്ടി. ഇത് രണ്ടുമാണല്ലോ. ഇനി നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേക്കണ? പാസ് നെസസറി ജേർണൽ എൻട്രീസ്. ജേർണൽ എൻട്രീസ് ഞാൻ പാസ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തിന്റെയൊക്കെ വേണം? ക്യാപിറ്റല് കൊണ്ടുവരണതിന്റെ വേണം, ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി വേണം. അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ഫോർ ഗുഡ്വില്ലിൻ്റെത് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്വിൽ. വിഡ്രോ ചെയ്യേണ്ടല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മാത്രമേ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 3 ജേർണൽ എൻട്രീസ് കാൽക്കുലേഷൻ. ഇത് നമുക്ക് 4 മാർക്കിന് വരാനുള്ള ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NB പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ 26,000 22,000. പുതിയ പാർട്ട്ണർ C 1/4 ആണ് അയാളുടെ ഷെയർ. അയാളുടെ 26,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു, പക്ഷെ ഗുഡ്വില്ലിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും ഗുഡ്വില്ലിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് ഹിഡൻ ഗുഡ്വിൽ. മെത്തേഡ് ഉപയോഗിക്കുക, ആൻസർ കണ്ടുപിടിക്കുക, ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ജേർണൽ എൻട്രി 1ഓ 2ഓ ചോദിച്ചാൽ പോലും നിങ്ങൾ എന്ത് ചെയ്തോളണം? ഫോർമാറ്റ് വരച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? ക്യാപിറ്റൽ, പ്രീമിയം ഫോർ ഗുഡ്വിൽ, ഹിഡൻ ഗുഡ്വിൽ. Bye guys, see you on another part of video.